പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു. 1000 കോടി നന്ദി പറയുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. അതിൽ ഇളയവനാണ് ആശ്വിൻ റോബിൻ ജോസ്. അവൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഞാൻ ജനുവരി 14 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി. അങ്ങനെ 3 മാസത്തിന് ശേഷം ഏപ്രിൽ 22 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുകയുണ്ടായി. ആ സമയത്ത് അച്ഛൻ പ്രസംഗത്തിലൂടെ പറഞ്ഞു, പുതുക്കിയതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി കത്തി ജ്വലിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏപ്രിൽ 24 ആയപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് ചെറിയൊരു വയറുവേദന ഉണ്ടായി. അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചു വിട്ടു. പക്ഷേ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ലൂസ് ടൂൾസും വോമിറ്റിങ്ങും എല്ലാം ഉണ്ടായി. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവരവിടെ അഡ്മിറ്റ് ആകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ വീട് അടുത്തായത് കാരണം കുഞ്ഞിന് പെട്ടെന്നൊരു വയറുവേദന വരും, പിന്നെ അതങ്ങ് മാറും. പിന്നെ ലൂസ് ടൂൾസ് ആണെങ്കിൽ കോഫി കളേർഡ് ആയി മാറി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുഞ്ഞിനെ സ്ഥിരം കാണുന്ന പീഡിയാട്രിഷ്യൻ വന്ന് നോക്കി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാറേ കുഞ്ഞിനിങ്ങനെ വയറുവേദനയുണ്ട്, പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കോഫി കളേർഡ് സ്റ്റൂൾസാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ ഉടനെ തന്നെ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉടനെ തന്നെ ഞങ്ങളെ സ്കാനിങ് റൂമിലേക്ക് അയച്ചു. സ്കാനിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പീഡിയാട്രിക്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻറ്റസ്റ്റൈൻ ഇൻ്റർസെക്ഷൻ എന്ന് പറയും. അത് കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പം 2 ചെറുകുടൽ വൻകുടലിനകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു സംഭവമാണ് അത്. അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോഴത്തേക്ക് 2 സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർജറി ഇല്ലാത്തത് കാരണം, സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പീഡിയാട്രിക് സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന്, വീട് തൊട്ടടുത്താണ് ഞങ്ങളുടെ, അവിടെ വന്ന് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത്. ഇവൻ ചെറുതായത് കാരണം ഭയങ്കര കരച്ചിൽ. വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരണ വീടിന് തുല്യമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയും മാതാവേ, എൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉടനെ തന്നെ അന്ന് ശനിയാഴ്ച ആയിരുന്നിട്ട് പോലും ഉടൻ തന്നെ പിന്നെ ഞങ്ങളവിടെ വിളിച്ച് ബന്ധപ്പെടുകയും ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നുടനെ തന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പരുമല ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ 2 സ്ഥലത്തെ ഈ കുടൽ കയറി ഇരിപ്പുള്ളായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് 3 സ്ഥലത്തായി. അപ്പോൾ അവരും പറഞ്ഞു ഉടൻ തന്നെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ കുഞ്ഞിനെ OT ഡ്രസ്സെല്ലാം ഇടിയിപ്പിച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനെല്ലാം സെൻഡ് ചെയ്ത് അങ്ങനെ കുഞ്ഞിന് സർജറി ചെയ്യുന്നതിനേക്കായിട്ട് കുഞ്ഞിനെ എല്ലാം ഒരുക്കി. ഞങ്ങളങ്ങനെ സർജറിക്ക് കൊണ്ടുവന്നതിന് മുമ്പായിട്ട് 1 പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യാനായിട്ട് റൂമിൽ കയറ്റി. അപ്പം ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്താലേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടത്തുള്ളൂ. ഇത് എന്തൊരു പരീക്ഷണമായത്. ആ സമയത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം, എൻ്റെ ബാഗിനകത്ത് എൻ്റെ മാതാവിൻ്റെ കാശ് രൂപ ഇരുന്നത്. ഞാൻ കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റിയെങ്കിലും ഞാൻ ഓടി എൻ്റെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്ത് അതിനുശേഷം കുഞ്ഞിനെ അടുത്ത സ്കാനിങ്ങിന് കയറ്റുന്നത്. അപ്പം സ്കാനിങ് റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഇരുട്ടുള്ളൊരു റൂമാണ്. പക്ഷേ ആ സ്കാനിങ് മെഷീന് പുറകിലായിട്ട് ഒരു നല്ല വെളുത്തൊരു നല്ല ഒരു രൂപം, ഒരു തലയിൽ തുണിയിട്ട ഒരാൾ നിൽക്കുന്ന ഒരു രൂപം ഞാനിങ്ങനെ കാണുക. അപ്പം ഡോക്ടർ വീണ്ടും നോക്കും, ഇവനെ ഒന്നും കാണാൻ പറ്റുന്നില്ല സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എന്താണെന്ന്. അപ്പം മേളിൽ ഇവനെ നോക്കുന്ന ഡോക്ടർ കോരുത്, മേളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ, അവിടെ റെഡിയായി നിൽക്കും ഇവന് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ ഫോണിൽ കൂടെ വിളിച്ച് പറയുക, ഡോക്ടറെ അത് ഓക്കെ ആയി, ആ 3 സ്ഥലത്ത് കയറിയിരുന്ന് ആ കുടൽ തിരിച്ചിറങ്ങി വന്നേക്കുക, ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുക. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്തു അവിടെ സംഭവിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് എനിക്ക് വെറുതെ തോന്നുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കൂടെ നിന്ന നേഴ്സ് എന്നോട് പറഞ്ഞ്, കുഞ്ഞിനെ എടുത്തോ, ടേബിളിൽ നിന്ന് കുഞ്ഞിനെ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഓടി കുഞ്ഞിനെ എടുത്ത് വെളിയിൽ പൊക്കോളാൻ പറഞ്ഞു. വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ. കുഞ്ഞിന് വലിയ അസുഖമായത് കാരണം നാട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ വന്നു. ഞാൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടി വരുക കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട്. അപ്പം ഇവരുടെയൊക്കെ വിചാരം
എൻ്റെ കുഞ്ഞിന് എന്തോ വലിയത് സംഭവിച്ച് എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്ന് ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ഒറ്റ ഡ്രസ്സിലോടുകൂടി ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണിത്. അങ്ങനെ താഴെ വന്ന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം സാറ് വിശ്വസിക്കുന്നത് കുഞ്ഞിനിങ്ങനെ ഒരു കുഴപ്പമില്ല. ആ അരമണിക്കൂർ മുമ്പ് ചെയ്ത സ്കാനിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ആ 3 സ്ഥലത്തും കയറിയിരുന്ന കുടൽ തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് ഞങ്ങളോട് പറയുക ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ ഒരു 2 ദിവസത്തെ ഒബ്സർവേഷൻ, ഇനിയും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തെ ഒബ്സർവേഷൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ് അതിനുശേഷം കുഞ്ഞിൻ്റെ ഈ നമ്മുടെ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എണ്ണ എൻ്റെ കുഞ്ഞിൻ്റെ വയറിൽ കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഹസ്ബൻഡും ഞാനും ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ മാതാവിൻ്റെ രൂപം. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഇതാണ്, എൻ്റെ മാതാവ് ഇവിടെ ഈ ആൾക്കാരെ വന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നിട്ട് 2 ദിവസം അവിടെ കിടന്ന് ഒരു കുഴപ്പവുമില്ല. ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നിട്ട് പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞിന് എൻ്റെ മാതാവ് തന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറയുക, കൃപാസനത്തിൽ യൂട്യൂബിനകത്ത് ഞങ്ങൾ സാക്ഷ്യം പറയുന്ന കാണും, അതുപോലെ എനിക്ക് തോന്നുവാണല്ലോ. ഞാൻ പറയാം, എൻ്റെ അമ്മ മാതാവാണ് ഞങ്ങൾക്ക് ഈ സൗഖ്യം തന്നത്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറയും. എനിക്ക് ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്നെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കഴിയുന്നവരോട് മുഴുവൻ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ്. അങ്ങനെ കേൾക്കുന്നവരൊക്കെ എല്ലാം ഭയങ്കര ആശ്ചര്യമാണ്. എൻ്റെ ഈ സാക്ഷ്യം പറയുന്നതിന് ശേഷം അക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും പത്രം മേടിക്കുകയും അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഞാനത് വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ മാതാവിൻ്റെ ഈ വലിയ അത്ഭുതത്തെ ഞാൻ പ്രഘോഷിച്ചിട്ടുണ്ട്. അക്രൈസ്തവരായിട്ടുള്ള ഇടയിലാണ് ഞാൻ കൂടുതലും ജോലി ചെയ്യുന്നത്. അവരിലെല്ലാം എന്നെ കളിയാക്കിയാലും എനിക്ക് അങ്ങനെ നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നെ കളിയാക്കുന്നതൊക്കെ. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് ഞാൻ പറയും. എൻ്റെ മാതാവ് എനിക്ക് തന്ന വലിയ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കുമെന്ന് ഞാൻ ആ മാതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അമ്മേ മാതാവേ, 1000 നന്ദി, സ്തുതി, സ്തോത്രം. സങ്കീർത്തനങ്ങൾ 77, 14, 15 തിരുവചനങ്ങൾ. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ, യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു. ട്രീസ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിന് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെയാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നിറക്കണ്ണുകളോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കുഞ്ഞു മകൻ അത് വയറിൽ വന്ന ശക്തമായ വേദന, കുടലുകൾ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന 3 ഇടങ്ങളിലായി ഗുരുതരമായ ബ്ലോക്കുകളുള്ള പ്രശ്നമാണ് ആദ്യത്തെ ആശുപത്രി കണ്ടെത്തുക. ഉടനടി ഓപ്പറേഷൻ വേണമെന്നും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമാകുമെന്നും അവർ പറയുകയും നിമിഷങ്ങൾക്കുള്ളിൽ അടുത്ത ആശുപത്രിയിലേക്ക് കുടുംബം ചെന്നെത്തുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടിയിലുള്ള മകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആപത്സന്ധിയിലും ഒരു അവിചാരിതമായ ജീവിത സാഹചര്യത്തിലും ഉറപ്പുള്ള ഒന്ന് അമ്മമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപമാണ്. ഞാൻ എത്ര കണ്ട് എൻ്റെ ജീവിതം ക്ലേശത്തിലൂടെ പോകുമ്പോഴും എനിക്ക് പ്രത്യാശയും എനിക്ക് ആത്മധൈര്യവും എന്നെ സംരക്ഷിക്കുവാനുള്ള ഉറപ്പും എൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ്. ഉടമ്പടി കാശുരൂപം കൃപാസന മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൈമാറ്റമാണ്. അമ്മയുടെ സംരക്ഷണം ശക്തമായി ലഭിക്കുവാനാണ് നമ്മൾ ഈ ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് ധരിക്കുന്നതും പേഴ്സുകളിൽ സൂക്ഷിക്കുന്നതും അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും. മകൾ പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ പോക്കറ്റിൽ അതിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആ സ്കാനിങ്ങിന് വേണ്ടി വീണ്ടും പ്രവേശിപ്പിക്കുന്നത്. 3 ഇടങ്ങളിൽ ബ്ലോക്ക് ഉണ്ടെന്നും എത്രയും വേഗം അത് ഓപ്പറേഷനിലൂടെ ക്ലിയർ ചെയ്യണമെന്നും അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞാണ് ഡോക്ടർ 2ാമത്തെ ആശുപത്രിയിൽ മകനെ വിശദമായ സ്കാനിങ്ങിന് വേണ്ടി താഴത്തോട്ട് അയക്കുന്നതും ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി ഓപ്പറേഷൻ ചെയ്യുവാൻ വസ്ത്രം ധരിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് പോകുന്നതും.
പ്രിയമുള്ളവരെ, ഈ മകൾ തൻ്റെ വാക്കുകളിലൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഡോക്ടറിന് പോലും വിശ്വസിക്കുവാനാവാത്ത വിധം താഴെ സ്കാനിങ് നടക്കുന്ന മുറിയിൽ മകൾ കാണുന്നത് പരിശുദ്ധമ്മയുടെ രൂപവും ചിത്രവും മകൻ്റെ കുടലുകൾ സാധാരണ പോലെയായ പ്രതിഭാസവുമാണ്. ഇത് അമ്മ മാതാവ് അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്ദേശവും അടയാളവുമാണ്. അമ്മ മാതാവ് വിളിച്ചാൽ വെളിപ്പുറത്ത് നമുക്ക് കൂടെ വരികയും ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിത വിഷയങ്ങളെ ഒന്നുമില്ലാത്തതുപോലെ എടുത്തു മാറ്റി നമ്മളെ സാധാരണ നിലയിലേക്ക് വേഗത്തിൽ തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഒത്തിരി മക്കൾ നമുക്ക് കേട്ടാൽ വിശ്വസിക്കുവാൻ പ്രയാസമുള്ള വിധത്തിൽ ഈ അൾത്താരയിൽ നിന്ന് അമ്മ മാതാവിൻ്റെ വലിയ ഇടപെടലുകളെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അവർ കാണുന്നതാണ് അവർ ഈ അൾത്താരയിൽ വെളിപ്പെടുത്തുന്നത്. അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവമാണ് അവർ മറ്റെല്ലാത്തിനും ഉപരിയായി മറ്റ് ആളുകൾ എന്തു പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കുവാനാവാത്ത വിധം, അവരെന്ത് പറഞ്ഞാലും അതിനെയൊന്നും സ്വീകരിക്കാത്ത വിധം എൻ്റെ കുഞ്ഞിൻ്റെ കുടലിലുണ്ടായിരുന്ന വളരെ ഗൗരവമുള്ള 3 ബ്ലോക്കുകൾ അമ്മ മാതാവ് എടുത്തു മാറ്റിക്കൊണ്ട് അവർ കുടൽ നേരെയാക്കിക്കൊണ്ട് ചികിത്സയൊന്നുമില്ലാതെ, അത് മകളുടെ പ്രാർത്ഥനയായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ മകന് സൗഖ്യം ലഭിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മാതാവ് ഇടപെട്ടുവെന്ന്. ഡോക്ടർ പോലും താഴത്ത് നിന്ന് റേഡിയോളജിസ്റ്റ് വിളിച്ചു പറഞ്ഞത് ഒന്നും വിശ്വസിക്കുവാനാവാത്ത വിധം തിരികെ വന്ന് ആ റിപ്പോർട്ട് മുഴുവനും വീണ്ടും പരിശോധിച്ചിട്ടാണ് കുടുംബത്തോട് പറയുക, നമുക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല, അവൻ്റെ ആരോഗ്യം സുരക്ഷിതമാണെന്ന്. പ്രിയമുള്ളവരെ, അത്ഭുതകരമായ അടയാളങ്ങൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അനുനിമിഷം ലോകത്തിൽ നിന്ന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്വീകരിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഹൃദയത്തിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ, ഇതെനിക്ക് സൗഖ്യത്തിന് കാരണമാകണം, ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിന് കാരണമാകണം, ഇതെൻ്റെ ജീവിതം ഇന്ന് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ജീവിത വിഷയങ്ങളുടെ മേൽ ദൈവിക തീരുമാനത്തിന് കാരണമാകണമെന്ന് നമ്മൾ എത്ര കണ്ട് നമ്മൾ അഡമൻ്റായി പൂർണ്ണമായ ശരണത്തോടു കൂടിയാണോ ഈ നേർച്ച വസ്തുക്കളെ ഉപയോഗിക്കുക, അതനുസരിച്ച് ജീവിതത്തിലേക്ക് ദൈവശക്തി പ്രവഹിക്കുന്നത്, ദൈവിക തീരുമാനം ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ ഇടപെടലുകൾ സന്ദേശത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ, അടയാളങ്ങളിലൂടെ നിരന്തരം കൈമാറിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും. ഈ കുടുംബത്തിനും ഈ മകനെ ലഭിച്ച ഈ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.